ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 30ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇനി പരീക്ഷയ്ക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല. റിവിഷൻ മോഡൽ ക്ലാസ്സുകളാണ് നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള SCERT ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. പുതിയ SCERT ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം. ഉത്തരം 1995. 1995. അടുത്ത ചോദ്യം: പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത്. പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് എന്താണ്? ബേരിയമാണ്. ഉത്തരം ബേരിയം. അടുത്ത ചോദ്യം: പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം: പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം. ഉത്തരം 1981. 1981. അടുത്ത ചോദ്യം: ബൽവന്ത് റായി മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരീക്ഷത്തിന്റെ അധ്യക്ഷൻ. ബൽവന്ത് റായി മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരീക്ഷത്തിന്റെ അധ്യക്ഷൻ. ഉത്തരം ജില്ലാ കളക്ടർ. ഉത്തരം ജില്ലാ കളക്ടർ. അടുത്ത ചോദ്യം: ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത്. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ആരാണ്? ഉത്തരം സി കൃഷ്ണൻ. ഉത്തരം സി കൃഷ്ണൻ. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? ഉത്തരം പൊന്നാനി. ഉത്തരം പൊന്നാനി. അടുത്ത ചോദ്യം: ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ. ഭാരതപ്പുഴയെ വെളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ. ഉത്തരം പൊന്നാനി കായൽ. ഉത്തരം പൊന്നാനി കായൽ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിളിച്ചത് ആരാണ്? ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആരാണ്? എഴുത്തച്ഛനാണ്. ഉത്തരം എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം: ഭൂമൻ ഹസാരിക പാലം ഏത് നദിയിലാണ്? ലോഹിത്. ഭൂമൻ ഹസാരിക പാലം ഏതു നദിയിലാണ്? ഉത്തരം ലോഹിത്. അടുത്ത ചോദ്യം: ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഭൂട്ടാനും നേപ്പാളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം സിക്കിം. ഉത്തരം സിക്കിം. അടുത്ത ചോദ്യം: ബ്രിട്ടീഷ് ഭരണകാലത്ത് താനകൾ സ്ഥാപിച്ചത് ആരാണ്? കോൺവാലിസ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് താനകൾ സ്ഥാപിച്ചത് ആരാണ്? കോൺവാലിസ്. അടുത്ത ചോദ്യം: അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന ആരാണ്? കൊച്ചിയാണ്. മലബാർ ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലബാർ ഹിൽസ് എവിടെയാണ്? മുംബൈയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി. അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഉത്തരം മൃതസഞ്ജീവനി. അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയൻ. ഉത്തരം ഡോക്ടർ വേലുക്കുട്ടി അരയൻ. അടുത്ത ചോദ്യം: മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് എന്താണ്? പിറ്റ്യൂട്ടറി. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അടുത്തത്: മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ്? VS നാൽ. VS നാൽ. മാസ്ക് ഓഫ് ആഫ്രിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ്? VS നാൽ. അടുത്ത ചോദ്യം: മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന കായിക വിനോദം. ഗുസ്തി. മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന കായിക വിനോദം ഗുസ്തി. അടുത്ത ചോദ്യം: മൗര്യ ഭരണകാലത്ത് രാജാവിന് വാർത്തകൾ എത്തിക്കുന്ന ജോലി ചെയ്തവർ അറിയപ്പെട്ടിരുന്ന പേര്. പ്രതിവേദിക. ഉത്തരം പ്രതിവേദിക.
മദർ ഇന്ത്യ രചിച്ചത് ആരാണ്? കാതറിൻ മയോ. മദർ ഇന്ത്യ രചിച്ചത് ആരാണ്? കാതറിൻ മയോ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാൾട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാൾട്ട്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 52. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 52. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലയെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ സമസ്ത മേഖലകളെയും പറ്റി പഠിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം കോത്താരി കമ്മീഷൻ. ഉത്തരം കോത്താരി കമ്മീഷൻ. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യയിൽ നിയമദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി? 1986 നവംബർ 19. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി 1986 നവംബർ 19. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക്? ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം? 1995. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം 1995. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം? 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1972. ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ? ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി. സി രാജഗോപാൽ ആചാരി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി കമ്മീഷൻ രൂപവൽകൃതമായത്? 1875. ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി കമ്മീഷൻ രൂപവൽകൃതമായത് 1875. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം? 1986. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ? ഡാർജിലിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ്. അടുത്തത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഡിക്കി ബേർഡ് പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഡിക്കി ബേർഡ് പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. ഉത്തരം മൗണ്ട് ബാറ്റൺ. അടുത്ത ചോദ്യം, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി? സ്വാന്തനം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി സ്വാന്തനം. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ്? സുഗതകുമാരി. പ്രഥമ ONV സാഹിത്യ പുരസ്കാര ജേതാവ് സുഗതകുമാരി. അടുത്ത ചോദ്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി? ഉത്തരം താലോലം. ഉത്തരം താലോലം. 1922 SA ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണം? 1922 SA ഡാങ്കെ ആരംഭിച്ച പ്രസിദ്ധീകരണം? ദ സോഷ്യലിസ്റ്റ്. ഉത്തരം ദ സോഷ്യലിസ്റ്റ്. അടുത്ത ചോദ്യം, 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി? ഉത്തരം ഇന്ദ്രധനുഷ്. ഉത്തരം ഇന്ദ്രധനുഷ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? 1969. ISRO സ്ഥാപിതമായ വർഷവും 1969 ആണ്. കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത്, അന്തർദേശീയ ജലസഹകരണ വർഷം? 2013. അന്തർദേശീയ ജലസഹകരണ വർഷം 2013. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാക്കാൻ കാരണമായ ബലം? ഘർഷണം. മണ്ണിലൂടെ ഉരുണ്ടുവരുന്ന ബോൾ വേഗം കുറഞ്ഞ് നിശ്ചലമാക്കാൻ കാരണമായ ബലം ഘർഷണം. അടുത്ത ചോദ്യം, മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത്? ഉത്തരം സോഡിയം. അടുത്ത ചോദ്യം, അഗ്നിസാക്ഷി രചിച്ചത് ആരാണ്?
ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി രചിച്ചതാരാണ്? ലളിതാംബിക അന്തർജനം. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം 1964. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം 1964. അടുത്ത ചോദ്യം, ബലാത്സംഗം, കൂട്ടബലാത്സംഗം തുടങ്ങിയ ഹീനമായ കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകാൻ ഏത് സംസ്ഥാനമാണ് അടുത്തിടെ ശക്തി ആക്ട് പാസാക്കിയത്? ഉത്തരം മഹാരാഷ്ട്ര. ഉത്തരം മഹാരാഷ്ട്ര. 2021 ഭരണനിർവഹണ മികവിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിച്ച സംസ്ഥാനങ്ങളെ യഥാക്രമം കണ്ടെത്തുക. 1 കേരളം, 2 തമിഴ്നാട്, 3 കർണാടക. വിൻഡോസ് OSന്റെ ഏറ്റവും പുതിയ പതിപ്പ് വിൻഡോസ് 11. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി 2022 ജനുവരി 1 മുതൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനിങ്. ഞാനും കൃഷിയിലേക്ക്. ഉത്തരം ഞാനും കൃഷിയിലേക്ക്. മലബാറിൽ തേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കനോലിയെ ചുമതലപ്പെടുത്തിയ കളക്ടർ ഹെൻറി വാലന്റൈൻ. ഹെൻറി വാലന്റൈൻ. ദേശ് കെ മെന്റർ പ്രോഗ്രാം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഡൽഹിയിലാണ് ആരംഭിച്ചത്. ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ. ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയതും ആവർത്തി ഏറ്റവും കുറഞ്ഞതുമായ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണം ചുവപ്പ്. ഉത്തരം ചുവപ്പ്. ജലാന്തർ ഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. ജലാന്തർ ഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മിനറൽ ആസിഡുകൾ ഏതെല്ലാം? സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. ഇവയിൽ മിനറൽ ആസിഡുകൾ ഏതാണ്? ഉത്തരം നൈട്രിക് ആസിഡ്. തന്നിട്ടുള്ളതിൽ നൈട്രിക് ആസിഡ് മാത്രമാണ് മിനറൽ ആസിഡ് ആയിട്ടുള്ളത്. അടുത്തത്, ബയോഗ്യാസിലെ പ്രധാന ഘടകം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡിന് ഉദാഹരണം ഏത്? 1 ഗ്ലാസ്, 2 ജലം, 3 ആസിഡ്, 4 പ്ലാസ്റ്റിക്. തന്നിട്ടുള്ളതിൽ ഏതാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡിന് ഉദാഹരണം? ഉത്തരം ഗ്ലാസ് ആണ്. ഇളനീരാട്ടം, നെയ്യാട്ടം എന്നിവയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം കൊട്ടിയൂർ. അടുത്ത ചോദ്യം, കേരളത്തെ ദേശീയ ഉത്സവമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1961. ഓണത്തെ ദേശീയ ഉത്സവമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1961. നിരവധി ആട്ടക്കഥകൾ, കീർത്തനങ്ങൾ എന്നിവ രചിച്ച കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ പുത്രിയാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി. അടുത്ത ചോദ്യം, ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ച വിദേശ ശക്തികൾ ആര്? ഡച്ചുകാർ. ബോൾഗാട്ടി പാലസ് ആരാണ് നിർമ്മിച്ചത്? ഡച്ചുകാരാണ്. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഉത്തരം ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1987. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന കാലയളവിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ക്യാനിങ് പ്രഭു. ഉത്തരം ക്യാനിങ് പ്രഭു. 1857 മെയ് 10 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട SCERT ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തതെന്ന് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. വളരെ വ്യക്തമായ രീതിയിൽ നിങ്ങൾ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി അധികം ദിവസമൊന്നുമില്ല. 28-ാം തീയതി നമ്മുടെ 10th പ്രിലിംസ് 2024 എക്സാമിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അധിക സമയമൊന്നുമില്ല. കൂടിപ്പോയാൽ ഒരു 10 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. 10 ദിവസം കൂട്ടണ്ട, 8 ദിവസം കൂട്ടിയാൽ മതി. അത് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വരും ദിവസങ്ങളിലെ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്